ഇന്നത്തേത് ഒരു പീരീഡ്സ് കഥയാണ്. അതെ, പണ്ടൊക്കെ പറയാൻ പോലും ഞാൻ മടിച്ചിരുന്ന ഈ വാക്ക് ഇപ്പോൾ എന്റെ ജീവിതത്തിൽ എല്ലാ മാസവും വളരെ ശ്രദ്ധാപരമായി കടന്നു പോകുന്ന ചില ദിവസങ്ങളിലെ പ്രധാനിയായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരാളുടെ മൂഡ് സ്വിങ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ പഠിച്ചത് ചിന്നുവിന്റെ ഈ മാസവരിയിൽ നിന്നുമാണ്. എന്റെ പല സുഹൃത്തുക്കളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എടാ എന്റെ അവൾക്ക് പീരീഡ്സ് ആയാൽ പിന്നെ കല്ലിയങ്കാട്ട് നീലിയെ പോലെയാണെന്ന്. ഇവിടെയാണെങ്കിലോ നേരെ തിരിച്ചും. മൊത്തത്തിൽ ഒരു വൾണറബിലിറ്റി ആയിരിക്കും കക്ഷിക്ക്. ഈ ദിവസങ്ങളിൽ എനിക്കാണെങ്കിൽ ഞാൻ പോലും അറിയാതെ തന്നെ എന്റെ ക്ഷമാശക്തി വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ രാവിലത്തെ കൊഞ്ചലൊക്കെ കഴിഞ്ഞപ്പോൾ കക്ഷിക്ക് ഉച്ചക്കത്തേക്ക് ഫ്രൈഡ് റൈസ് വേണമത്രേ. ഓർഡർ ചെയ്താൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ പോരാ, ഞാൻ ഉണ്ടാക്കാറുള്ള തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് തന്നെ മതിയെന്ന്. പിന്നെ ഒട്ടും വൈകിപ്പിച്ചില്ല, പഞ്ചനയും കൂട്ടി സാധനങ്ങൾ മേടിക്കാൻ ഇറങ്ങി. ആവശ്യത്തിനുള്ള പച്ചക്കറിയും ചിക്കനും ഒക്കെ മേടിച്ചിട്ട് ഈ സമയത്ത് കക്ഷിയുടെ മൂടൊക്കെ മൊത്തത്തിൽ മാറാൻ സഹായിക്കുന്ന ഒരു സാധനം കൂടെ കയ്യിൽ കരുതി. ചിന്നുവിന്റെ മൂഡ് മാത്രമല്ല, എനിക്കും മൂഡ് ഓഫ് ആണെങ്കിൽ ഞാനും ഈ പരിപാടി തന്നെയാണ് ചെയ്യാറുള്ളത്. നല്ല ഒരു ഐസ്ക്രീം മേടിച്ചിട്ട് അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കും. കൂടെ കഴിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ടവരും ഉണ്ടെങ്കിൽ പിന്നെ ഇരട്ടി മധുരമായി. അങ്ങനെ ഒരുവിധം കക്ഷിയെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് ഞാൻ നേരെ നമ്മുടെ തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസിലേക്ക് കടന്നു. അപ്പോ ചെറുതായി മുറിച്ച ചിക്കനിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അല്പം എണ്ണ, പിന്നെ ലേശം കോൺഫ്ലവറും ഇട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നിറം മാറുമ്പോൾ അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒന്ന് ചിക്കി എടുക്കുക. പിന്നെ അതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇടാ കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇന്നലെ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബസ്മതി അരി ഇട്ട് കൊടുക്കുക. കൂടെ സ്വല്പം ഉപ്പും കുരുമുളക് പൊടിയും സോയാ സോസും കൂടെ ചേർത്ത് നല്ലോണം ഹൈ ഫ്ലെയിമിൽ ഇളക്കിയാൽ നമ്മുടെ തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് റെഡി. ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ കഷ്ണങ്ങൾ കൂടെ ചേർത്ത് കൊടുത്താൽ പരിപാടി ശുഭം. പിന്നെ ഈ കഥ കേൾക്കുന്ന ചേട്ടന്മാരോടും അനിയന്മാരോടുമാണ് കേട്ടോ, ദേ ഇത്രയൊക്കെ ഉള്ളൂ ബായി നമ്മുടെ പെണ്ണുങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ. ഓവറായിട്ട് നന്മ പറയുകയാണെന്ന് കരുതരുത്. ഇവരുടെ ഈ പ്രത്യേക ദിവസങ്ങളിൽ നമ്മളാൽ കഴിയുന്ന ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി അവരുടെ ഈ സമയത്തെ വേദനയും വിഷമവും മൂഡ് സ്വിങ്സും ഒക്കെ മാറാൻ. അപ്പോൾ നിങ്ങൾ എല്ലാവരും കഴിയുമെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് അവരുടെ അടുത്ത പീരീഡ്സിന് എന്റെ ഈ തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇത് കാണുന്ന എന്റെ പെങ്ങൾമാർ അവരുടെ പാർട്ട്നേഴ്സിന് ഇതൊന്ന് അയച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കി തരാൻ പറയുക. അപ്പോൾ അടുത്ത കഥയുമായി ഉടനെ തന്നെ വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ.